നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും 2026 പുതുവർഷ ആശംസകൾ നേരുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഈ വർഷഫലത്തെയാണ് പറയാൻ പോകുന്നത്. പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഗുണങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ്. വേഴഗ്രഹം 2026 6 മാസം വരെ നമുക്ക് 4-ലാണ്. 4 വേഴം നിൽക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിദ്യേഷാമി ലാഭോ ഭവേ. വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും അഭിവൃദ്ധി കിട്ടാനും ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാഹ സത്ര ആതുരോവാജിയാണ്. എത്ര രോഗിയായിട്ട് മരിക്കാൻ കിടക്കുന്ന ആൾ പോലും സുഖം പ്രാപിച്ച് ആരോഗ്യം ഉള്ള ആളായിട്ട് വരാനും സന്താനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും ഒക്കെയാണ്. അപ്പോൾ സന്താനത്തിനും സമ്പത്തിനും ധനത്തിനും ഭാഗ്യത്തിനും പുരോഗതി കിട്ടും. അങ്ങനെ മനസ്സിന് നല്ല സന്തോഷജനകമായ അഭിവൃദ്ധിയും കിട്ടും. ഈ 2026 6 മാസം മുതൽ 2026 10 മാസം വരെ വേഴഗ്രഹം 5-ൽ വരും. 5-ൽ വേഴം വരുന്നത് വളരെ നല്ലതാണ്. ഉച്ചത്തിലാണ് വരുന്നത്. അപ്പോൾ ശുംഗസ്ഥിതേ തനുപദോ സദനസവീര ജയദാദിഷാം കലുഭവേൽ പ്രളപാന തേജോ എന്നാണ്. ഒരു ഗ്രഹം ഉച്ചസ്ഥിതനായിട്ട്, പ്രത്യേകിച്ച് മീനൻ രാശിയുടെ അധിപൻ വേഴനാണ്. ആ ഗ്രഹം നമ്മൾ ജനിച്ച രാശിയുടെ അധിപനായ ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ സദനം നമുക്ക് പൈസ കിട്ടും, സവീരം ഉത്സാഹം വീരത്വമൊക്കെ കിട്ടും, ജേതാവ്. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി വിജയിച്ച് നേടാൻ പറ്റും. അഭിമാനവും തേജസ് ഐശ്വര്യമൊക്കെ കിട്ടും. നല്ല രീതിയിൽ വരാനുള്ള യോഗമൊക്കെ വരും. അങ്ങനെ നല്ലതാണ്. അത് സന്താന സ്ഥാനവും കൂടിയാണ്. അതുകൊണ്ട് പുത്രസ്ഥലാവോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയശ മന സന്തുഷ്ടിച്ച പുണ്യോദയ. സന്താനലാഭം ഉള്ളവർക്ക് നല്ല ആരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ കിട്ടും, വിദ്യ കിട്ടും, ഉദ്യോഗം കിട്ടും, അധികാരം കിട്ടും. മക്കളെ കൊണ്ടുള്ള സ്നേഹ ബഹുമാനങ്ങൾ നമുക്ക് കിട്ടും. നമ്മളെ കൊണ്ട് ഉള്ളവർക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. ആരോഗ്യം, ഇപ്പോൾ ശരീരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി ആരോഗ്യം കിട്ടും. ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കും. മാനസികമായിട്ട് തകർന്ന് മാനസികരോഗ്യം പോലെ ജീവിക്കുന്ന ഒരാളിന് ആ മാനസിക പ്രയാസങ്ങളൊക്കെ മാറി സ്വസ്ഥത കിട്ടും. മനസന്തുഷ്ടി, ലോകത്ത് വച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സുഖം, അത് കിട്ടും. പുണ്യോദയ, പുണ്യം കിട്ടും. പാവമല്ല, പുണ്യം കിട്ടും. നല്ലത് വരും. അത് കഴിയുമ്പോൾ 2026 10 മാസം മുതൽ 2027 ജനുവരി വരെ വേഴഗ്രഹം ഈ 5-ന്ന് മാറി 6-ൽ വരും. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പവർ സപ്ലൈ അങ്ങ് നിന്ന് പോയതുപോലെ. കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. അപ്പം കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും. അപ്പോൾ 4-ലും 5-ലൊക്കെ നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ സഹായം ധാരാളം നമുക്ക് കിട്ടി നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. പെട്ടെന്ന് ആ പവർ കട്ട് വന്നപ്പോൾ അങ്ങെല്ലാം നിന്നു പോയതുപോലൊരു അവസ്ഥയാണ് വേഴഗ്രഹം 6-ൽ നിൽക്കുമ്പോൾ. അതന്ന് നമുക്ക് 2026 10 മാസം മുതൽ പിന്നെ 2027 ജനുവരി വരെ. അത് കഴിയുമ്പോൾ വീണ്ടും വേഴം നിങ്ങൾക്ക് 5 തന്നെ ആണ് തുടരുന്നത്. അപ്പോൾ ആ ഒരു സമയം ഇത്തിരി മോശമാണ്. പെട്ടെന്ന് എനിക്ക് സാലറി കിട്ടിയില്ല, പ്രൊമോഷൻ കിട്ടിയില്ല, മെച്ചം കിട്ടിയില്ല, പ്രോഫിറ്റ് കിട്ടിയില്ല, കമ്മീഷൻ കിട്ടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കൊണ്ട് ടെൻഷൻ അടിക്കരുത്. ഉള്ളത് മതി. ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. 6-ൽ വേഴം വരുമ്പോൾ സൗമ്യേജ ശത്രുക്ഷയോ ദോഷാണാം അഭാവ എന്നാണ്. ശത്രുക്കൾ ചെയ്യും, ദോഷങ്ങൾ കുറയും, സന്തോഷം കിട്ടുമെങ്കിലും ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യത്തെ ഉണ്ടാക്കി തരുന്നതാണ്. ഇപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിനാണെങ്കിലും അവർക്ക് കഠിനമായ അധ്വാനവും പരിശ്രമവും ചെയ്താൽ ഒരു കാലത്തും രക്ഷപ്പെടാത്ത ഭാഗ്യഹീനന്മാരായിട്ടുള്ള എത്രയോ ആൾക്കാർ നമ്മളെ കുടുംബത്തിലും നാട്ടിലും ഉണ്ട്. എന്തുകൊണ്ട് അവർക്ക് ഭാഗ്യം കിട്ടാത്തത്? നല്ല വിദ്യാഭ്യാസമുണ്ട്, കഠിനാധ്വാനികളാണ്, എല്ലാവർക്കും സ്നേഹം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളാണ്. യൂത്തിട്ടാതി അങ്ങനെയുള്ളൊരു നാളാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് പിന്നെ 7-ാണ്ട് ശനി എന്ന് പറയുന്നൊരു കുഴപ്പമുണ്ട്. 7-ാണ്ട് ശനി 7.5 വർഷമാണ്. 3 വർഷമായി തുടങ്ങിയിട്ട് ഇനി 4.5 കൊല്ലമുണ്ട്. ഏറ്റവും വലിയ ദോഷം 2028
മാർച്ച് വരെയാണ്. രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട് വനിത കയറിയ സമയമാണ് ഏഴരാണ്ട ശനി. അതുകൊണ്ട് നിങ്ങളൊരു ചെങ്കോലും കിരീടവും കയറ്റി രാജാവായിട്ട് ജീവിക്കുന്ന ഒരാളിന് എല്ലാം നഷ്ടപ്പെട്ടു പോകും കണക്കുള്ള പ്രയാസങ്ങളുള്ള സമയമാണ്. വേഴൻ 4 നിൽക്കുന്നതും 5 നിൽക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും നമുക്കതൊരു ആശ്വാസമാണ്. കാരണം എല്ലാ ഗ്രഹങ്ങളും കൂടെ ഒന്നിച്ച് പിടിച്ചു എന്നാൽ നമ്മളെ ഊപ്പാട് വരുമായിരുന്നു. ഇപ്പം വേഴൻ 4 5 നിൽക്കുമ്പോൾ ധനത്തിനും ഭാഗ്യത്തിനും സന്താനത്തിനും അഭിവൃദ്ധിക്കും ഒക്കെ ഗുണം കിട്ടും. പക്ഷെ ഏഴരാണ്ട് ശനിയുടെ ജന്മശനി എന്ന് പറയുന്നത് ഇച്ചിരി സൂക്ഷിക്കണം. നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ കിട്ടിയാലും പെട്ടെന്ന് കാര്യങ്ങൾ തടസ്സപ്പെട്ട് നമ്മൾ തന്നെ അയാളുമായിട്ട് ആ ബന്ധം വേണ്ട, സ്നേഹം വേണ്ട എന്ന് തോന്നി പലതും ഉപേക്ഷിക്കുകയും കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ, നമ്മളെ പാർട്ട്ണർ, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വിരോധങ്ങൾ, അതേപോലെ പേരുദോഷം, അപഖ്യാതി, കേസ്, വഴക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള വലിയ വമ്പൻ ഭീഷണിയൊക്കെ ഉള്ള കാലഘട്ടമാണ് ജന്മശനി. ഏഴാണ്ട ശനി വരുമ്പോഴാണ് നാനാരോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങളും, സുഖത്തിന്, സാമ്പത്തികം, ദാമ്പത്യം, ഭാര്യാഭർത്തൃ കുടുംബ ബന്ധങ്ങൾ വരെ വേണം വേണ്ടാന്ന് തോന്നി കലവിച്ച് പോകുന്ന സമയമാണ്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അടിയുണ്ടാക്കല് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മയറ്റി പോകണം. കാരണം നമുക്ക് അവരല്ലാതെ ആരുമില്ല. സ്ഥാനമാനം, നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ, സാലറി, മെച്ചം, നേട്ടം, പ്രോഫിറ്റ്, കമ്മീഷൻ, ടാർഗറ്റ് ഒന്നും കിട്ടാതെ പോകുന്ന സമയമാണ്. സ്ത്രീകളെ കൊണ്ടുള്ള വിരോധം കൂടും. കാരണം രാമലക്ഷ്മണന്മാർ വനത്തിക്കയറാളെ കാരണം അച്ഛൻ സ്വത്തും വകെ അധികാരവും കൊടുത്ത് രാജാവാക്കിയതേ ഉള്ളൂ. സഹോദരങ്ങൾ കൂടെ വനത്തിൽ പോയതേ ഉള്ളൂ. അപ്പോൾ സഹോദരങ്ങളും അച്ഛനും കൊച്ചച്ഛനും മാമന്മാരും ഒക്കെ സഹായിക്കും. അമ്മയും കുഞ്ഞമ്മയും വല്യമ്മയും അമ്മൂമ്മയും അമ്മാവിയും അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മമാരും ഒക്കെ നമുക്കെതിരെ തിരിയണ സമയമാണ്. കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള വസ്തുവകൾ തരാതിരിക്കുകയും നമ്മളെ ഇരിക്കുന്നത് അവർക്ക് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉപ്പുമെല്ലാം ഉണ്ടാകുന്നു തോന്നി. ചെറിയ കാര്യത്തിനും വലിയ കലഹങ്ങൾ, ഭാര്യാകലഹം, ഭർത്തൃകലഹം, കുടുംബകലഹം, കുടുംബ കോടതി, ഇതൊക്കെ വരുന്നത്. വീട്ടിലുള്ളവരെക്കാളും സ്നേഹമാണ്. നാട്ടിലുള്ളവർക്ക് തോന്നി ചില ആൾക്കാരോട് സ്നേഹം കൂടുമ്പോൾ വീട്ടിലുള്ളവർക്ക് സ്നേഹം കുറയും. നമ്മൾക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന് സംശയിക്കുകയും, അങ്ങനെ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടെന്നും ഭർത്താവിന് വേറെ ലവർ, ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സംശയത്തിൻ്റെ നിഴലിൽ നിങ്ങളുടെ ജീവിതം മണ്ണ് വാരിയിട്ട് ഇല്ലാതാക്കി കളയരുത്. ആരുടെ പോയാലും വീട്ടിൽ വരുമ്പോൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഭാര്യയും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഭർത്താവിനെ ഒരിക്കലും ആളുകൾ അടിച്ചു കളയൂല. ഭാര്യയെ അടിച്ചു കളയൂല, ഭർത്താവിനെ അടിച്ചു കളയൂല. പക്ഷെ നിങ്ങൾ ചെറിയ വാശിയും വിരോധവും അക്രമവും കാണിച്ച് നിങ്ങളുടെ ജീവിതം തകർക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഭാവിയിൽ ലഗ്നഗത പരാജയം, പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം, പരാജയമൊക്കെ വരും. എങ്ങനെ വെച്ചാൽ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് ജോലി കിട്ടി, അതിൻ്റെ ട്രെയിനിങ് പീരീഡ് ആയപ്പോൾ തന്നെ വേണ്ടാന്ന് തോന്നി കണക്റ്റ് വരുമ്പോൾ അത് കിട്ടിയിട്ടും വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ പരാജയമാണ്. അതുകൊണ്ടുള്ള ജോലി കളയരുത്. ശിരോരുക്ക്, തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, തൊണ്ടവേദന, ENT പ്രോബ്ലങ്ങൾ വരും. ചുരുക്കം മലയാളീകരിച്ച് പറഞ്ഞാൽ ശിരസ് എന്ന് വെച്ചാൽ തല, രുക്കെന്ന് വെച്ചാൽ രോഗം. നിനക്ക് തലയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചു ആളുകൾ, പട്ടുപോലെ ആയിപ്പോ. ദുഃഖം, മനസ്സിന് ദുഃഖം, ദുഷ്കീർത്തി, അപവാദങ്ങൾ, കീർത്തിയല്ല ദുഷ്കീർത്തിയാണ്. നീ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്, അത് ചെയ്ത്, ഇത് ചെയ്യുന്നൊക്കെ പറയും. സ്ഥാനഭ്രംശം, വീടും നാടും വിറ്റുപറയ്ക്ക് പോകണമെന്ന് തോന്നും. ധനക്ഷയം, ധനനഷ്ടങ്ങൾ, ഇഷ്ടംപോലെ പൈസ പലവരും പറ്റിച്ചുകൊണ്ട് പോകും. അഖില ശരീരം മൊത്തം അസ്വാസ്ഥ്യം. സ്വാസ്ഥ്യം എന്ന് വെച്ചാൽ സുഖം, അസ്വാസ്ഥ്യം, അസ്വസ്ഥത, ദുഃഖങ്ങൾ, സർജറി, വീഴ്ച, ഒടിവ്, അപകടം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജന്മശനി. വേഴൻ അനുകൂലിച്ച് നിൽക്കുന്നത് കൊണ്ട് 50% ഗുണം കിട്ടുമെങ്കിലും 50% ദോഷവും കൂടെ ഉണ്ട്. നമ്മുടെ ഗണപതി പൂജ, ഭഗവതി പൂജ, മുത്തുജ്വം, കാലഭൈരവ പൂജ, ജപം, തപം ഇതൊക്കെ നടത്തണം. അമ്പലത്തിൽ പോകണം, കുടുംബക്ഷേത്രത്തിൽ പോകണം. ഏത് മതത്തിലായിരുന്നാലും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി ദൈവങ്ങളെയും മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും നേർച്ചകളും വഴിപാടും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് വിനകൾ മാറിക്കിട്ടും. എന്നാൽ ഈ 2028 വരെ വളരെ സൂക്ഷിക്കണം. നമുക്ക് ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കേസുകളും അപവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. കിടക്കാടം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പരിഹാരം ചെയ്യണം. ജാതകം നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലമൊക്കെ ആണെങ്കിൽ ദോഷം കുറഞ്ഞിരിക്കും, ഗുണങ്ങൾ കൂടി വരും. ജാതകത്തിലും ഗ്രഹപ്പഴയൊക്കെ ഉണ്ട്, വലിയ ഗ്രഹദോഷമുള്ള സമയമൊക്കെ ആണെങ്കിൽ കുറേ കൂടി ദോഷങ്ങൾ ഉണ്ടാവും. അത് ജാതകം പരിശോധിക്കുന്ന ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല,
പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചിരണം, ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാട് ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ്. കാരണം എല്ലാ ദോഷങ്ങളും മാറ്റുന്ന തരത്തിലുള്ള സർവശക്തി ചൈതന്യങ്ങളുള്ള ദേവതകളുള്ള സ്ഥലമാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രം. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, മൃത്യുഞ്ജയ്, യമരാജൻ, കാലഭൈരവൻ, അതേപോലെ ഭൂതത്താൻ, ഹനുമാൻ, നവഗ്രഹങ്ങൾ, മുരുകൻ, ശാസ്താവ്, അതേപോലെ ഗായത്രി ദേവി, നവഗ്രഹങ്ങൾ, മാടൻ സ്വാമി, യക്ഷിയമ്മ, ചാത്തസ്വാമി, അതേപോലെ ബ്രഹ്മാവ്, നാഗർത്താന്മാർ, യോഗീശ്വരം, ബ്രഹ്മരക്ഷസ്, മന്ത്രമൂർത്തി, പുതുക്കളും മറുത എല്ലാ പുതുക്കളും ദേവന്മാരും സമസ്തവരും ഉണ്ട്. പിന്നെ കുറേ കുടുംബത്തിൽ നിന്ന് ആളുകൾ കാവ് നശിപ്പിച്ചതും തറവാട് നശിച്ചു പോയിട്ടുള്ള ദേവന്മാരെ കാവാച്ച് അവിടെ ഒരു സങ്കല്പം വിലക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ദൈവങ്ങളുടെയും സഹായമൊക്കെ കിട്ടും. പിന്നെ എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും കിട്ടും. അമാവാസി ദിവസം രാവിലെ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, പുതുക്കക്ക് ബലി, 4 മണിക്ക് യമരാജ ഹോമം, സർപ്പബലി, 5 മണി തൊട്ട് 6 മണി വരെ ഭദ്രകാളി പൂജ, അഭിഷേകം, പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട്. ആരതി കൊണ്ട് അഭിഷേകം, ഭസ്മാഭിഷേകം, ഇങ്ങനെയൊക്കെയുള്ള വലിയ ചടങ്ങുകൾ നടത്തുന്ന അമ്പലമാണ്. പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രഹപ്പഴ ഉള്ളപ്പോഴാണ് നമ്മൾക്ക് കാലിൻ്റെയും കറുപ്പൻ്റെയൊക്കെ സഹായം വേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.